So the next part, women's administrative positions in India. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങളറിയുക, വിമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു ഭാഗത്തിൻ്റെ തുടർച്ചയാണ്. അത് 8th യൂണിറ്റ് മായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന ഭാഗമാണെന്ന് കൂടി അറിയുക. ഓക്കെ, അപ്പോൾ വിമൻസ് അഡ്മിനിസ്ട്രേഷൻ ഓർ വിമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ അഡ്മിനിസ്ട്രേഷൻ, ഈ ഒരു പാർട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ സെഷനിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ് സെഷൻ കുറച്ച് ഭാഗം കണ്ട് കട്ട് ചെയ്യേണ്ടി വന്നു. അതിനെ തുടർന്നുള്ള ഭാഗമാണ് ഇതിനകത്ത്. Okay, though the Constitution of India ensures equality, the share of women in the civil services is very low. Most of the women work at lower levels of administrative hierarchy, where they are disproportionately represented of administrative hierarchy. Or according to the 5th Pay Commission, 1997 പറയുന്നുണ്ട്, വുമൻ എംപ്ലോയീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 7.51%. അതായത് ടോട്ടൽ ഗവൺമെൻറ് എംപ്ലോയീസ് എന്ന് പറയുമ്പോഴേക്കും 2.83 ലക്ഷം വരും. അതിനകത്ത് 7.51% മാത്രമേ സ്ത്രീ പ്രാതിനിധ്യം എംപ്ലോയീസിൻ്റെ തലത്തിൽ നിന്ന് ഗവൺമെൻറ് സെക്ടറിൽ വരുന്നുള്ളൂ. ബട്ട് 98% ഓഫ് ദ വുമൺ എംപ്ലോയീസ് ഓക്കുപ്പൈ ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പിൽ C ആൻഡ് D എന്നുള്ളൊരു ഗ്രൂപ്പിലാണ്. അതെന്ന് പറയുന്നത് ഏതാണ്? ലോവർ ലെവൽസാണ്. ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റിൻ്റെ ലോവർ ലെവൽസിലാണ് 98% സ്ത്രീകളും നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഒഫീഷ്യൽ ഹയറാർക്കിയിൽ സ്ത്രീകളുടെ സ്ഥാനം എവിടെയാണ്? വളരെ കുറഞ്ഞ നിലവാരമാണ് എന്നതാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ വിമൻസ് പാർട്ടിസിപ്പേഷൻ അറ്റ് ദ പോളിസി ലെവൽ ഈസ് എക്സ്ട്രീംലി നെഗ്ലിജിബിൾ. നോ വുമൺ ഹാസ് എവർ ഹെൽഡ് എനി ടോപ്പ് ലെവൽ പൊസിഷൻ ഇൻ ദ സിവിൽ സർവീസസ്. സോ ഫാർ there have been very few women secretaries in administration. വിമൻസ് പാർട്ടിസിപ്പേഷൻ ടോപ്പ് ലെവലിൽ വളരെ കുറവാണ്. വിമൻ സെക്രട്ടറീസ് എന്ന രീതിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഗവൺമെൻറ് തലത്തിൽ വർക്ക് ചെയ്യുന്നവരുടെ എണ്ണമൊക്കെ എടുത്താലോ അത് വളരെ വളരെ കുറവാണ് എന്നതാണ്. ഇൻ ടേംസ് ഓഫ് വിമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ ആൾ ഇന്ത്യ സർവീസസ് ഫോർ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ്, IAS തലത്തിൽ ഇതൊക്കെ നോക്കിയാൽ 1951 ഇയറിൽ ഓൺലി 1 woman got into the service. ഒരേ ഒരു സ്ത്രീക്ക് മാത്രമാണ് ആ ഒരു സമയത്ത് അഡ്മിനിസ്ട്രേഷനിലെ അവസരം കിട്ടിയത്, സെർവ് ചെയ്യാനായിട്ടുള്ള അവസരം. ഇൻ ദ ലാസ്റ്റ് ഡിക്കേഡ്, that is in the year 2000, only 9 women got IAS. 2000 എത്തിയപ്പോഴോ 1 നിന്ന് 9 വർദ്ധിച്ചു. Women constituted only 22.55% on average for the year 2014 to 2017. ആവറേജ് എന്ന തരത്തിൽ ആ ഒരു ലെവല് 22.55% എന്ന രീതിയിൽ. ഫോർ ഇന്ത്യൻ പോലീസ് സർവീസിൽ IPSൽ വുമൻ്റെ ആ ഒരു സർവീസ് അവരുടെ പാർട്ടിസിപ്പേഷനൊക്കെ നോക്കിയാൽ വുമൺ വെയർ ബയേർഡ് ഫ്രം റിക്രൂട്ട്മെൻറ്റ് ടിൽ 1971 ആൻഡ് ഓൺലി ഇൻ ദ ഇയർ 1972 ദിസ് ഡിസ്ക്രിമിനേറ്ററി റൂൾ വാസ് റിമൂവ്ഡ്. 72 എത്തിയപ്പോഴാണ് സ്ത്രീകളോടുള്ള ഒരു വിവേചനപരമായ ആറ്റിറ്റ്യൂഡ് ഭരണതലത്തിലെ തന്നെ സ്ത്രീകളുടെ നേരെയുള്ള ഡിസ്ക്രിമിനേറ്ററി റൂൾ അത് അവസാനിപ്പിച്ചതും നീക്കം ചെയ്തതും. ദ റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ ഇൻ IPS ഈസ് ആൾസോ ലെസ് ഇൻ നമ്പർ. സെയിം ഈസ് ദ കേസ് വിത്ത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, IFS. ഇവിടെയും എൻട്രി ഓഫ് വുമൺ ഇൻ ടു ദി IFS സർവീസസ് എന്ന് പറഞ്ഞാലോ അതും വളരെ കാലയളവ് കഴിഞ്ഞിട്ടാണ്. വെരി ലേറ്റ് എന്ന് പറഞ്ഞാൽ 70 എല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആൾ അതർ ഇന്ത്യ സർവീസസുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോഴേക്കും 1980 എത്തുമ്പോഴാണ് IFSലേക്കൊക്കെ സ്ത്രീകൾ കടന്നു വരുന്നത്. ദ ഫസ്റ്റ് വുമൺ ഗോട്ട് ഇൻ ദ ഫോറസ്റ്റ് സർവീസ്. ദ നമ്പർ ഓഫ് വുമൺ ഇൻ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഈസ് ആൾസോ വെരി ലോ. അക്കോർഡിംഗ് ടു 2022 data, there were only 14%. That is 13 women appointed as a secretaries out of total 92 secretaries to the center. However, despite the state effort to narrow down the gender gap in civil services, the situation is still not very encouraging. The following measures will ensure greater participation of women in administration. അപ്പോൾ സ്ത്രീകളുടെ ഭരണപരമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പല നടപടികളും ഉറപ്പാക്കേണ്ടതുണ്ട് എന്നതാണ്. എന്താണ്? പ്രൊവൈഡിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് ഹാർമണൈസിങ് ദ കരിക്കുല in the line with the civil service examination. Then another point, creating awareness pertaining to job opportunities in civil services among women and changing the social attitudes of parents. Another one, establishing a national academy for coaching women aspirants from all over the country. Another one, creating counseling centers in all the schools and colleges.
Next, alleviating poverty among girls and providing financial and material support in the form of scholarships. Next, highlighting the success stories of women and the role models from the serving officers. And last one, providing for a harassment-free work environment. Okay. A growing number of women aspire for leadership on the same time as men and have made the same choices as their male counterparts, but they continue to confront daunting obstacles. Even in countries where women have equal access to education, increased representation in administration, particularly in decision-making positions, is not only ensured women remain underrepresented at the top levels of administration or governance. അപ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം ഭരണതലത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള സർവീസ് അവരുടെ എണ്ണം ഇന്നും വളരെ ഉയർന്ന ഇടങ്ങളിലൊക്കെ വളരെ കുറവ് തന്നെയാണ്. മെയിൽ കൗണ്ടർ പാർട്ടുമായിട്ട് നാം ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നാം കണ്ടുവരുന്നത് എന്തെന്നാൽ ഉയർന്ന ഇടങ്ങളിലൊക്കെ സ്ത്രീയുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. അത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ അവിടെ എല്ലാം തന്നെ ഈ അവർക്കും എഡ്യൂക്കേഷൻ ഈക്വലായിട്ട് ആക്സസ് ചെയ്യാനുള്ള അവസരം കിട്ടിയാലും ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമാകുമ്പോൾ അവിടെയെല്ലാം ഇവർ പിന്തള്ളപ്പെടുന്ന അവസ്ഥയുണ്ട്. അവർ അണ്ടർ റെപ്രസെൻറ്റഡ് എന്ന രീതിയിലാണ് ടോപ്പ് ലെവൽ ഗവേണൻസിൻ്റെ തലത്തിൽ നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വിമൻസ് അഡ്വാൻസ്മെൻറ്റ് ഇൻ അഡ്മിനിസ്ട്രേഷനിൽ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട് എന്നതാണ് നാം ബോധ്യപ്പെടേണ്ടത്. സോ ബാരിയേഴ്സ് ടു വിമൻസ് അഡ്വാൻസ്മെൻറ്റ് ഇൻ അഡ്മിനിസ്ട്രേഷൻ അണ്ടർമിൻ ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ സൊസൈറ്റി ആസ് എ ഹോൾ. മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് നീഡ് ടു ബി ഡെവലപ്ഡ്. അപ്പോൾ സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്ന ഇടങ്ങളെ അവിടെയെല്ലാം സ്ത്രീകളുടെ ഒരു സാന്നിധ്യം ഭരണതലത്തിലെ ഉയർന്ന ഇടങ്ങളിൽ ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ബാരിയേഴ്സിനെ നമുക്ക് ബ്രേക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അച്ചീവിങ് ഗ്രേറ്റർ ജെൻഡർ ഇക്വാലിറ്റി റിക്വയേഴ്സ് ചേഞ്ചസ് അറ്റ് മെനി ലെവൽസ് ഇൻക്ലൂഡിംഗ് ചേഞ്ചസ് ഇൻ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് റിലേഷൻഷിപ്സ്, ചേഞ്ചസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ലീഗൽ ഫ്രെയിംവർക്ക്സ് ഇൻക്ലൂഡിംഗ് ദ പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ കൂടുതൽ ജെൻഡർ ഇക്വാലിറ്റി വേണമെന്ന് പറയുമ്പോൾ അതിലേക്ക് ആവശ്യം വേണ്ട കുറേ മാറ്റങ്ങളുണ്ട്. അത് പല തലങ്ങളിൽ അത് നടപ്പിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ചേഞ്ചസ് ഇൻ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് റിലേഷൻഷിപ്സ്. പുരുഷന്മാർക്ക് സ്ത്രീകളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്സ്, ആ ഒരു റിലേഷൻഷിപ്പിലുള്ള മനോഭാവത്തിലുള്ള മാറ്റം ഉണ്ടാവണം. സ്ഥാപനപരമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവണം. ലീഗൽ ഫ്രെയിം വർക്കിൽ ചേഞ്ചസ് ഉണ്ടാവണം. അതേപോലെ തന്നെ ഈ ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോൾ നിലവിലുള്ള പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചറിൽ അവിടെയും മനോഭാവത്തിലൊക്കെ മാറ്റമുണ്ടാക്കിയെങ്കിൽ മാത്രമേ സ്ത്രീ കേന്ദ്രീകൃതമായിട്ട് വലിയ പൊസിഷൻസ് എല്ലാം പുരുഷനോടൊപ്പം സ്ത്രീക്കും തുല്യതയെന്ന് പറഞ്ഞാലും അവയെല്ലാം നേടിയെടുക്കുവാനും ആ ഒരു നിലവിലുള്ള ബ്രേക്ക് ഉണ്ടാക്കിയെടുക്കുവാനും ബാരിയേഴ്സിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി, മൾട്ടിപ്പിൾ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് രൂപപ്പെടുത്തേണ്ടത് ഉണ്ട് എന്നതാണ് വിമൻ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കുക. ഓക്കെ, അതുകൊണ്ട് നിലവിലുള്ള സോഷ്യൽ ഇൻക്ലൂഷൻ, സോഷ്യൽ എക്സ്ക്ലൂഷൻ പോളിസീസുമായി ബന്ധപ്പെട്ടിട്ട് സോ മെനി ഇൻക്ലൂഷണറി മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് എന്ന് പറയുമ്പോഴേക്കും അതിനെ അണ്ടർടേക്ക് ചെയ്യുന്നത് സ്റ്റേറ്റാണ്. അത് ഡിഫറൻറ്റ് ലെവൽസിൽ അണ്ടർടേക്ക് ചെയ്യുന്നത് പല ഇടങ്ങളിലും പല തലങ്ങളിലുമായിട്ടാണ്. ഇതിനൊരു സമഗ്രത ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. സോ ദിസ് ഈസ് എ കോംപ്രഹെൻസീവ് എ ലോങ് ടൈം അപ്രോച്ച് ആൻഡ് ദിസ് ലോങ് ടൈം അപ്രോച്ച് ഈസ് ബ്രോഡ്ലി നോൺ ആസ് സോഷ്യൽ ഇൻക്ലൂഷൻ. On the process of social inclusion, here including different levels of people in different spaces like social, economic, political and everywhere. Women are one of the most excluded members from the developmental process in different ways in all the societies. More women than men live in absolute poverty and the imbalance continues to grow with serious consequences for women. So here, with respect to women's equal access to the labor market, the gender differences are striking, extensive and enduring. Over the last few decades, women have made significant progress in educational achievements. This has not necessarily translated into better labor market outcome for women, both in terms of quantity and quality of employment. Occupational segregation
and wage gaps between men and women are highly prevalent across all societies. So here we can wind up that the barriers to women's advancements in administration undermine the fundamental principles of equal opportunity and social justice in society as a whole. So for that we need multiple strategies that should be developed. Then only we can break these barriers down. Achieving greater gender equality requires changes at many levels, including changes in attitudes and relationships, changes in institutional and legal frameworks, including political ഡിസിഷൻ മേക്കിംഗ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളാണ്. അതിൻ്റെ ഒന്നും എക്സ്പ്ലനേഷൻ മലയാളത്തിൽ പറയാതെ തന്നെ ഇത് വായിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് അതിനെപ്പറ്റി ഒരു വിശദമായ എക്സ്പ്ലനേഷൻ പിന്നീട് പറയാത്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ട് ജെൻഡർ ഓറിയൻറ്റഡ് ആയിട്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വിമൻസ് പാർട്ടിസിപ്പേഷൻ അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ ഇൻക്ലൂഷൻ, സോഷ്യൽ എക്സ്ക്ലൂഷൻ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കി തരുന്നതിന് നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ക്ലാസ് വാച്ച് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ പിന്തുണ തുടർന്നും നൽകുക. ഓക്കെ, താങ്ക് യു.